ആദ്യമായി രേണു സുധിക്കെതിരെ കിച്ചു രംഗത്ത് വന്നത്. അതായത് തന്റെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു അസുഖമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത മകനാണല്ലോ നീ എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അതിന് മറുപടിയുമായിട്ടാണ് കിച്ചു സുധി രംഗത്തെത്തിയത്. അതായത് അമ്മയോട് സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി, കാശ് കിട്ടാൻ വേണ്ടി എന്തും സബ്സ്ക്രിപ്ഷനിലൂടെ കാണിക്കുമോ എന്നൊക്കെ ഞാൻ ചോദിച്ച് വിമർശിച്ചപ്പോൾ എനിക്ക് 2.5 ലക്ഷം രൂപ കിട്ടി, അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഞാൻ ഇനിയും ഇതൊക്കെ തന്നെ ചെയ്യുമെന്നായിരുന്നു എൻ്റെ അമ്മയായ രേണു സുധി മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവരെ കാണാൻ പോകാത്തത്. കിച്ചുവിന്റെ ഈ വീഡിയോ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അവശതയിൽ എന്ന് പറയുന്ന രേണു സുധി വളരെയധികം ഊർജ്ജത്തോടെയും ആവേശത്തോടു കൂടിയും ഇപ്പോൾ കിച്ചുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കിച്ചു ഗുഡ് എന്ന് മാത്രമാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, അതുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയെന്ന് കിച്ചുവിന്റെ തലയിലാണ് ഇപ്പോൾ മൊത്തം പഴിയും ഇടുന്നത്. മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നീ ഈ വീട്ടുമുറ്റത്ത് കാലെടുത്ത് ചവിട്ടരുതെന്നും എന്നെ കാണാൻ നീ വരരുത് എന്ന് വളരെ രൂക്ഷമായിട്ടാണ് കിച്ചുവിനെതിരെ രേണു ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന പല കാര്യങ്ങളുണ്ടെന്നും അതൊക്കെ ഞാൻ പുറത്തു പറയാണ്ട് ഗതികേട് ഉണ്ടാക്കരുതെന്നും അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ നിന്റെ ഭാവി തന്നെ നശിക്കും എന്നുള്ള രീതിയിലായിരുന്നു രേണു സംസാരിച്ചത്. എന്നാൽ കിച്ചു പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഏതൊരു മകനായാലും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ കിച്ചുവിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നത്. കിച്ചു രേണുവിനെ കാണാൻ പോകാത്തത് വളരെ നന്നായി എന്നുള്ള അഭിപ്രായമാണ് പലരും രേഖപ്പെടുത്തുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.